മേൽക്കൂരകളിലൂടെ ഉറ്റുനോക്കുകയും നനഞ്ഞ മണ്ണിന്റെ മണം കേൾക്കുകയും ചെയ്ത എമറാൾഡ് കാട്ടിൽ ആഴത്തിൽ 3 ഉറ്റ സുഹൃത്തുക്കൾ താമസിച്ചിരുന്നു. ലിയോ സിംഹം, മിലോ കുരങ്ങൻ, താര ആമ. തന്റെ സുവർണമണിയോടും ശക്തമായ അലർച്ചയോടും കൂടി ലിയോ ധീരനായിരുന്നുവെങ്കിലും ചിലപ്പോൾ അക്ഷമനായിരുന്നു. തമാശക്കാരനായ ഒരു കൊച്ചു കുരങ്ങനായ മിലോയ്ക്ക് തമാശകൾ ഇഷ്ടമായിരുന്നു, പക്ഷേ സ്വർണത്തിന്റെ ഹൃദയമുണ്ടായിരുന്നു. സൗമ്യയും ജാനിയുമായ ആമയായ താര അഭിനയിക്കുന്നതിനു മുമ്പ് എല്ലായ്പ്പോഴും ചിന്തിക്കുകയും എല്ലാ വെല്ലുവിളികളിലൂടെയും സുഹൃത്തുക്കളെ നയിക്കുകയും ചെയ്തു. ഒരു സായാഹ്നത്തിൽ വിസ്പറിംഗ് നദിക്ക് സമീപം വിശ്രമിക്കുമ്പോൾ അവർ വിചിത്രമായ ഒരു കാര്യം ശ്രദ്ധിച്ചു. എല്ലായ്പ്പോഴും കുമിഞ്ഞുകൂടുന്ന വെള്ളത്തിൽ പാടുന്ന നദി വിചിത്രമാംവിധം ശാന്തമായിരുന്നു. ഉപരിതലം കഷ്ടിച്ചു നീങ്ങി. ഒരു മരത്തിൽ നിന്ന് തലകീഴായി തൂങ്ങിക്കിടന്ന മിലോ തലയിൽ മാന്തിക്കുഴിയുണ്ടാക്കി. ഹേയ്, എന്തുകൊണ്ടാണ് നദി പാടുന്നതിനു പകരം ശബ്ദമുണ്ടാക്കുന്നത്? താര കണ്ണടച്ചു. കാരണം അത് ചുരുങ്ങുകയാണ്. വെള്ളം മുമ്പത്തേതിനേക്കാൾ കുറവാണ്. ലിയോ എഴുന്നേറ്റ് നിന്നു. അത് ശരിയല്ല. നദി മുമ്പൊരിക്കലും വറ്റിപ്പോയില്ല. ഭയങ്കരമായ ഒരു നിശ്ശബ്ദത അന്തരീക്ഷത്തിൽ നിറഞ്ഞു. മിലോ പുഞ്ചിരിച്ചു. ഓഹോ, കാട്ടിൽ വെള്ളം തീർന്നാൽ എന്തു ചെയ്യും? താര തലയാട്ടി. അപ്പോൾ സസ്യങ്ങൾ വാടിപ്പോകും, മൃഗങ്ങൾക്ക് കുടിക്കാൻ ഒന്നുമുണ്ടാകില്ല, കാട് അതിജീവിക്കാൻ കഴിയില്ല. ലിയോയുടെ കണ്ണുകൾ നിശ്ചയദാർഢ്യം കൊണ്ട് ജ്വലിച്ചു. അപ്പോൾ എന്താണ് തെറ്റ് എന്ന് നമ്മൾ കണ്ടെത്തണം. അങ്ങനെയാണ് സാഹസികത ആരംഭിച്ചത്. കട്ടിയുള്ള മുന്തിരിവള്ളികളെയും ഉയരമുള്ള മരങ്ങളെയും മറികടന്ന് മൂവരും നദിയെ പിന്തുടർന്നു. തത്തകൾ വിറയ്ക്കുന്നു, തവളകൾ വളയുന്നു, ചൂടുള്ള വായുവിൽ പ്രാണികൾ മുഴങ്ങുന്നു തുടങ്ങിയ ജീവജാലങ്ങളാൽ കാട് നിറഞ്ഞിരുന്നു. എന്നാൽ അവർ നടക്കുമ്പോൾ വെള്ളം ആഴമില്ലാത്തതായി മാറി. മിലോ നിലത്ത് തൊട്ടു. അയ്യോ, ചെളി പോലും വറ്റിപ്പോകുന്നു. പെട്ടെന്ന് നദീതീരത്ത് ഒരു മാനുകളുടെ കുടുംബം അസ്വസ്ഥരായി നിൽക്കുന്നത് അവർ കണ്ടു. മിലോയേക്കാൾ ഉയരമില്ലാത്ത ഒരു കുഞ്ഞ് മാൻ വിറച്ചു. വെള്ളം ഇല്ലാതാകുന്നു, മാൻ കരഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയില്ല. ലിയോ അവരെ ആശ്വസിപ്പിച്ചു. ഞങ്ങൾ അത് കണ്ടെത്തി ശരിയാക്കും. അവർ കാട്ടിലേക്ക് കൂടുതൽ ആഴത്തിൽ നീങ്ങുമ്പോൾ ചെറിയ ചെളി നിറഞ്ഞ കുഴികളിൽ മത്സ്യങ്ങൾ നിസ്സഹായരായി ഒഴുകുന്നത് അവർ ശ്രദ്ധിച്ചു. കൊമ്പുകളിൽ നിൽക്കുന്ന പക്ഷികൾ ദാഹിക്കുന്നതായി കാണുന്നു. കാടുകൾ വെള്ളത്തിനുവേണ്ടി തിടുക്കത്തിലായിരുന്നു. അപ്പോൾ താര എന്തോ കണ്ടു. നോക്കൂ, മുന്നിലേക്ക്. സുഹൃത്തുക്കൾ മുന്നോട്ട് കുതിച്ചു ശ്വാസം അടക്കിപ്പിടിച്ചു. നദിയുടെ ഒഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ട് മരക്കൊമ്പുകളുടെയും പാറകളുടെയും ഒരു വലിയ കൂമ്പാരം ഉയർന്ന നിലയായി. മിലോയുടെ താടിയെല്ല് വീണു. അയ്യോ, ആരാണ് ഇത് നിർമ്മിച്ചത്? അണക്കെട്ടിനു പിന്നിൽ നിന്ന് ഒരു കൂട്ടം ബീവറുകൾ ഉയർന്നുവന്നു, കൂടുതൽ തടികൾ തിരക്കിൽ അടുക്കി. ലിയോ പുഞ്ചിരിച്ചു. ഹേയ്, നിങ്ങളുടെ അണക്കെട്ട് നദിയെ തടയുകയാണ്. ഗ്രിജൽ എന്ന ക്രുദ്ധനായ ഒരു ബീവർ തന്റെ ചെറിയ കൈകൾ മറികടന്നു മുന്നോട്ടു വന്നു. അപ്പോ എന്താ? ഞങ്ങൾക്കും വെള്ളം വേണം. താര ശാന്തമായി സംസാരിച്ചു. എന്നാൽ കാട് വറ്റിക്കൊണ്ടിരിക്കുകയാണ്. നദി ഒഴുകുന്നത് നിർത്തിയാൽ എല്ലാവരും ദുരിതത്തിലാകും. ഗ്രിജൽ ഹഫ് ചെയ്തു. അത് ഞങ്ങളുടെ പ്രശ്നമല്ല. ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാനാണ് ഞങ്ങൾ ഈ അണക്കെട്ട് നിർമ്മിച്ചത്. മറ്റുള്ളവർക്കു വേണ്ടി നമ്മൾ എന്തിന് നമ്മുടെ വീടുകൾ അപകടത്തിലാക്കണം? മിലോ മന്ത്രിച്ചു. ശരി, അവർ കുറച്ച് സ്വാർത്ഥരാണ്. ലിയോ നെടുവീർപ്പിട്ടു. സ്വയം സഹായിക്കുന്നതിനേക്കാൾ എല്ലാവരെയും സഹായിക്കുന്നതാണ് നല്ലതെന്ന് നാം അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. താരൻ ഒരു നിമിഷം ആലോചിച്ചു. അപ്പോൾ അവൾക്കൊരു ഐഡിയ തോന്നി. താര ബീവറുകളിലേക്ക് തിരിഞ്ഞു. മറ്റെവിടെയെങ്കിലും ശക്തമായ ഒരു വീട് നിർമ്മിക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിച്ചാൽ എന്തു ചെയ്യും? അതുവഴി കാട്ടിലേക്ക് വെള്ളം ലഭിക്കുകയും നിങ്ങൾ ഇപ്പോഴും സുരക്ഷിതരായിരിക്കുകയും ചെയ്യും. പുഞ്ചിരി പുഞ്ചിരിച്ചു. കൂടുതൽ ശക്തമായ ഒരു വീട്? മിലോ ആവേശത്തോടെ തലയാട്ടി. അതെ. നദി മുഴുവൻ തടയുന്നതിനു പകരം വെള്ളം പൂർണ്ണമായും ഒഴുകുന്നത് നിർത്താത്ത ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനാകും. മരം ശേഖരിക്കാനും നിങ്ങളുടെ പുതിയ വീട് ഇതിനേക്കാൾ മികച്ചതാണെന്ന് ഉറപ്പാക്കാനും ഞങ്ങൾ സഹായിക്കുമെന്നും ലിയോ കൂട്ടിച്ചേർത്തു. ഗ്രിജൽ മടിച്ചു. അദ്ദേഹത്തിന്റെ ബീവർ സുഹൃത്തുക്കൾ പരസ്പരം മന്ത്രിച്ചു. ഒടുവിൽ അയാൾ നെടുവീർപ്പിട്ടു. ശരി,
എന്നാൽ നിങ്ങൾ ശരിക്കും ഞങ്ങളെ സഹായിച്ചാൽ മാത്രം മതി. ലിയോ പുഞ്ചിരിച്ചു. ഡീൽ. അടുത്ത 3 ദിവസത്തേക്ക് ബീവറുകൾക്ക് ഒരു പുതിയ വീട് നിർമ്മിക്കാൻ കാട് ഒത്തുചേർന്നു. ഭാരമേറിയ മരക്കൊമ്പുകൾ വഹിക്കാൻ ലിയോ തന്റെ ശക്തമായ ശക്തി ഉപയോഗിച്ചു. മികച്ച ശാഖകൾ ശേഖരിച്ചുകൊണ്ട് മിലോ മരങ്ങളിൽ നിന്ന് നീന്തി. അണക്കെട്ട് ശക്തവും കരുത്തുറ്റതുമാണെന്ന് ഉറപ്പുവരുത്തി താര എല്ലാം ക്രമീകരിച്ചു. മാൻ, പക്ഷികൾ, മുയലുകൾ എന്നിവ പോലും ചില്ലകളും കല്ലുകളും വഹിച്ചുകൊണ്ട് അതിൽ ചേർന്നു. 4-ാം ദിവസമായപ്പോഴേക്കും പുതിയ അണക്കെട്ട് തയ്യാറായ. നദിയുടെ ഉയരത്തിൽ വെള്ളം ഇപ്പോഴും താഴേക്ക് സ്വതന്ത്രമായി ഒഴുകുന്നു. ഗ്രിജിലും അദ്ദേഹത്തിന്റെ ബീവറുകളും അത് പരിശോധിച്ചു. ഇത് നമ്മുടെ പഴയ അണക്കെട്ടിനേക്കാൾ മികച്ചതാണ്. തുടർന്ന് ഒരു വലിയ തള്ളയോടെ മൃഗങ്ങൾ പഴയ തടസ്സം തകർത്തു. ശക്തമായ തിരക്കിൽ വിസ്പറിംഗ് നദി വീണ്ടും ജീവൻ പ്രാപിച്ചു. വെള്ളം വീണ്ടും താഴേക്ക് പതിക്കുകയും കാട് നിറയുകയും ചെയ്തു. മിലോ ആഹ്ലാദം പ്രകടിപ്പിച്ചു. നദി തിരിച്ചെത്തി. ആന സന്തോഷത്തോടെ കുടിച്ചു. മത്സ്യം സന്തോഷത്തോടെ തുള്ളിച്ചാടി. തണുപ്പുള്ള വെള്ളത്തിൽ കൊക്കുകൾ മുക്കി പക്ഷികൾ താഴേക്ക് ചാടി. ഗ്രിജൽ പുഞ്ചിരിച്ചു. മറ്റുള്ളവരെ സഹായിക്കുന്നത് എല്ലാവർക്കും കാര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് ഞാൻ കരുതുന്നു. താര പുഞ്ചിരിച്ചു. അതാണ് സൗഹൃദം, പങ്കിടലും കരുതലും. സൂര്യൻ അസ്തമിക്കുമ്പോൾ ആകാശത്തെ ഓറഞ്ചും പിങ്കും നിറങ്ങളിൽ ചിത്രീകരിച്ചുകൊണ്ട് കാട് സജീവമാവുകയും വീണ്ടും തഴച്ചുവളരുകയും ചെയ്തു. ലിയോ നീട്ടി. ശരി, അതൊരു നല്ല ദിവസത്തെ ജോലിയായിരുന്നു. മിലോ തലയാട്ടി. ഒപ്പം വല്ലാത്ത ഒരു സന്തോഷവും. താര ചിരിച്ചു. ഇത് നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ്. തണുത്ത കാറ്റും കാടിന്റെ സന്തോഷവും അനുഭവപ്പെട്ടുകൊണ്ട് 3 ഉറ്റസുഹൃത്തുക്കൾ ഇപ്പോൾ ഒഴുകുന്ന നദിയുടെ അരികിൽ ഇരുന്നു. അവരുടെ സൗഹൃദം നദി പോലെ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കും.